Yes. മിഷൻ ചരിത്രത്തിലെ പഴയ നിയമ മിഷൻസിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് അബ്രഹാമിന്റെ വിളി നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ നാഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ, നാഷണലായിട്ട് അവരെ ദൈവം ഉപയോഗിക്കുന്ന ഒരു കാര്യം നമുക്ക് ഈ മിഷൻസിൽ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനുണ്ട്. ഈ മതങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പ്രതിഭാസം പോലെ ഓരോ കാലഘട്ടത്തിലും നമുക്ക് കാണുവാനുണ്ട്. മതങ്ങൾ ഉണ്ടാകുക, ചിന്താഗതികൾ ഉണ്ടാകുക, ആരാധനാ രീതികൾ ഉണ്ടാകുക, ഇതെല്ലാം കാലഘട്ടങ്ങളിലൂടെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. മനുഷ്യകുലത്തിന്റെ ദൈവാന്വേഷണത്തിന്റെ ഒരു പ്രതിഭാസമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. മതമില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും മതപരമായ ഒരു ചട്ടക്കൂടുണ്ട്. അത് നിരീശ്വരവാദിയായാലും ഭൗതികവാദിയായാലും അവർക്കും മതപരമായ ആത്മീയതയുടെ ഒരു തലം നമുക്ക് അവരിലും കാണുവാൻ കഴിയും. അപ്പൊ മതമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നില്ല. മതം ഒരു പ്രതിഭാസമായി വരുന്നു. പഴയ മതങ്ങൾ പലതും അസ്തമിച്ചു പോകുന്നു. പുതിയ മതസംവിധാനങ്ങൾ പലപ്പോഴും രൂപപ്പെട്ടു വരുന്നു. പല മനുഷ്യരും ഈശ്വരനായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ടൊക്കെ ആയിത്തീരുന്നു. ഇതെല്ലാം ഓരോ കാലഘട്ടങ്ങളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പുരാതന ജനത ധാരാളം മതങ്ങൾ നിലവിലുണ്ടായിരുന്നെങ്കിലും ഇസ്രായേൽ ജനതയുടെ മതവിശ്വാസത്തെ പവിത്രതയുള്ളതായി അല്ലെങ്കിൽ വിശുദ്ധിയുള്ളതായി അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് പല ദൈവവിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന മതസംവിധാനങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ മതവിശ്വാസം പ്രത്യേകതയുള്ളതായി മറ്റുള്ള ആളുകൾ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം നിത്യനും നീതിമാനുമായ ഒരു സത്യദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണം ഉൾക്കൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന്റെ മതത്തിന് ഒരു പ്രത്യേകമായ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അത് വിശുദ്ധിയിലും ദൈവാരാധനയിലും അധിഷ്ഠിതമായി രൂപപ്പെട്ടു വന്ന ഒരു സംവിധാനമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും അതിലെ ധാർമ്മിക പ്രമാണങ്ങൾ, ധാർമ്മിക നിയമങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു. അത് പല രാഷ്ട്രങ്ങളുടെയും നിയമസംഹിതകൾക്ക് സ്വാധീനം ചെലുത്തുവാനും കഴിഞ്ഞു. പല മതങ്ങളും അധാർമികതയും അനീതിയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇസ്രായേലിന്റെ പ്രമാണങ്ങൾ വളരെ നീതിനിഷ്ഠമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിന്റെ മനസ്സിൽ ഒരു വിശുദ്ധ ജനതയും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മനസ്സിൽ ഒരു വിശുദ്ധ ജനതയും ഉണ്ടായിരുന്നു. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം ഉടമ്പടികളിലൂടെയാണ് ഇസ്രായേൽ ജനത്തോട് ഇടപെട്ടു വന്നത്. ഇസ്രായേൽ ജനത്തോടെന്ന് മാത്രമല്ല, ദൈവം മനുഷ്യനോട് ഇടപെട്ടത് തന്നെ ഉടമ്പടികളിലൂടെയാണ്. ആദാമുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്തു, നോഹയുമായി ദൈവം ഉടമ്പടി ചെയ്തു, പിന്നീട് അബ്രഹാമുമായി ദൈവം ഉടമ്പടി ചെയ്യുന്നു, ദാവീദുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യുന്നു. പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ ദാവീദ്യ ഉടമ്പടിയാണ് ഏറ്റവും അവസാനമായിട്ട് നിൽക്കുന്ന ഉടമ്പടി.
അപ്പൊ 7, 8, 9 ഉടമ്പടികൾ നമുക്ക് വിവിധ ഘട്ടങ്ങളിലായി ദൈവം ചെയ്യുന്നത് നമുക്ക് കാണാം. പല ഉടമ്പടികളിലും ഉടമ്പടിയുടെ രണ്ടാമത്തെ കക്ഷി അല്ലെങ്കിൽ ബലഹീന കക്ഷിയായിരിക്കുന്ന വ്യക്തി പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ദൈവം പരാജയപ്പെട്ടില്ല. ഒരു ഉടമ്പടി ലംഘിക്കുകയും ആ ഉടമ്പടിയിൽ ജനം പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം മറ്റൊരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുകയും ആ വ്യക്തിയുമായി ദൈവം ഉടമ്പടി ചെയ്യുകയും ചെയ്യും. അപ്പൊ പ്രോട്ടോ ഇവാഞ്ചലിയത്തിന്റെ ഒരു ഡെവലപ്മെന്റും അതിന്റെ ഒരു പ്രോസസ്സും നമുക്ക് ഈ ഉടമ്പടികളിലൂടെ കാണും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതിയിലൂടെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതൊരു വലിയ വെളിപ്പാട്. കാരണം ദൈവം അബ്രഹാമിനെ വിളിച്ചത് അബ്രഹാമിനെ അനുഗ്രഹിക്കുവാനാണ്. പക്ഷെ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതിയിൽ കൂടെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ, 10ഉം 11ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ ധാരാളം ജനസമൂഹങ്ങളെ, ഇന്നുള്ള ആളുകളൊന്നുമല്ല, ആ പൗരാണിക ജനസമൂഹങ്ങളെ, ഗോത്ര സമൂഹങ്ങളെ, വ്യത്യസ്ത മതാചാരങ്ങളുള്ള സമൂഹങ്ങളെ എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോഹയുടെ സന്തതി പരമ്പരകളിൽപ്പെട്ട ധാരാളം ജനസമൂഹങ്ങൾ, ജനപദങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതിൽ പിൽക്കാലങ്ങളിൽ വരുമ്പോൾ ന്യായപ്രമാണ സംബന്ധമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ന്യായപ്രമാണത്തിൽ നിന്ന് അകന്നു നിൽക്കണമെന്നൊക്കെ പറയുന്ന ജനസമൂഹങ്ങൾ പോലും അവിടെയുണ്ട്. പക്ഷെ അബ്രഹാമിന്റെ വിളിയിൽ ദൈവം ഉദ്ദേശിച്ചിരുന്നത് സകല വംശങ്ങളെയും അനുഗ്രഹിക്കുന്ന ഒരു രക്ഷകനെ പ്രദാനം ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കും. അങ്ങനെ അവിടെ നിന്നും ഗോത്രപിതാക്കന്മാരിലൂടെ അവരുടെ ആ ഒരു പ്രതീക്ഷ വളർന്നു വരികയും രാജാക്കന്മാരുടെ കാലഘട്ടമായപ്പോൾ ഇസ്രായേൽ വീണ്ടും പരാജയപ്പെടുകയും അവർ തെക്കേ രാജ്യമെന്നും വടക്കേ രാജ്യമെന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയും രാജഭരണത്തിന് വേണ്ടിയുള്ള മത്സരങ്ങൾ നടക്കുകയും അന്യദൈവങ്ങളെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ദൈവം ദാവീദിനോട് ഒരു ഉടമ്പടി ചെയ്യുക, ആദാമിനോട് പറഞ്ഞ ഉടമ്പടി, അല്ലെങ്കിൽ ആദാമിക കാലഘട്ടത്തിൽ ചെയ്ത ഉടമ്പടി, നോഹയോട് പറഞ്ഞ ഉടമ്പടി, മോശയോട് പറഞ്ഞ ഉടമ്പടി, അബ്രഹാമിനോട് വിളിച്ചപ്പോൾ ദൈവം കൊടുത്ത ഉടമ്പടി, ആ ഉടമ്പടിയെ മറന്നു പോകാതെ ദൈവം വീണ്ടും ഓർപ്പിക്കുകയാണ് ദാവീദിനോട്. ദാവീദിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അവൻ എൻ്റെ നാമത്തിനൊരു ആലയം പണിയും, നിന്റെ സന്തതി എൻ്റെ നാമത്തിനൊരു ആലയം പണിയും, അവൻ എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല. സ്വാഭാവികമായിട്ടും ദാവീദിന്റെ സന്തതി ദൈവാലയം പണിഞ്ഞത്, അല്ലെങ്കിൽ ദൈവത്തിന് ആലയം പണിഞ്ഞത് ശലോമോനും. അപ്പൊ അതിന്റെ അംശമായ ഭാഗികമായ നിവൃത്തി ശലോമോന്റെ കാലഘട്ടത്തിലുണ്ടായി. ദേവാലയം പണിയുകയും അവൻ രാജാവാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ ആ ഒരു ചരിത്രപരമായ വസ്തുതയിൽ മാത്രം ദൈവത്തിന്റെ വെളിപ്പാട് ഒതുങ്ങി നിൽക്കുന്നില്ല. കാരണം ശലോമോന്റെ രാജഭരണം അവസാനിച്ചു. അതുപോലെ തന്നെ അവൻ പണിത ദേവാലയം പോലും പിന്നീട് നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അവിടെയാണ് ദാവീദിന്റെ സന്തതി എന്ന് പറയുന്ന ഒരു ദൈവാലോചന, ദൈവ വെളിപ്പാട് വീണ്ടും പൂർത്തീകരണത്തിന് വേണ്ടി ബാക്കിയായി നിൽക്കുക. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ മത്തായി യഹൂദന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാം. എങ്ങനെയാ പറയുന്നത്? അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പൊ യേശുക്രിസ്തുവിനെ ഈ പൂർവ കാലഘട്ടത്തിലെ ഉടമ്പടികളുമായും ദൈവ വെളിപ്പാടുകളുമായും ബന്ധപ്പെടുത്തിയാണ് മത്തായിയുടെ സുവിശേഷം അവതരിപ്പിക്കുന്നത്. അവിടുന്ന് അബ്രഹാമിന്റെ സന്തതി എന്നുള്ള നിലയിൽ സകല വംശങ്ങളെയും അനുഗ്രഹിക്കുവാനുള്ളവനാണ്. ദാവീദിന്റെ സന്തതി എന്നുള്ള നിലയിൽ അവൻ
ദൈവത്തിന് വേണ്ടി ഒരു ആലയം നിർമ്മിക്കുന്നവനും അവസാനമില്ലാത്ത രാജത്വത്തിന്റെ ഉടമയുമാണ്. അവൻ സ്ത്രീയുടെ സന്തതി എന്നുള്ള നിലയിൽ ആദാമ്യ കാലഘട്ടത്തിലെ ഉടമ്പടിയുടെ ഭാഗവും ആയിത്തീരുക. അപ്പൊ മനുഷ്യൻ പരാജയപ്പെടുമ്പോഴും ദൈവം തന്റെ പദ്ധതികളെ വീണ്ടും ഉടമ്പടികളിലൂടെ മുമ്പോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. അങ്ങനെ ദൈവം ഇസ്രായേലിനെ അബ്രഹാമിന്റെ സന്തതികളിലൂടെ ഇസ്രായേലിനെ ദൈവം ലോകത്തിന് അവതരിപ്പിക്കുകയാണ്, ഉടമ്പടിയുടെ ജനമായി അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മിഷണറി കമ്മ്യൂണിറ്റി ആയിരുന്നു ഇസ്രായേൽ. സത്യദൈവത്തെക്കുറിച്ച് മറ്റ് ജനങ്ങളോട് പറയുവാനും സത്യാരാധനയിലേക്ക് ആളുകളെ ക്ഷണിക്കുവാനും ഉള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. ദൈവത്തെ വെളിപ്പെടുത്തുക, മശിഹായെ വെളിപ്പെടുത്തുക, അവരുടെ സമൂഹത്തിൽ നിന്നാണ് മശിഹ വരുന്നത്. അപ്പൊ മശിഹായെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ജനതയെ ദൈവം തെരഞ്ഞെടുക്കുന്നത്, അബ്രഹാമിന്റെ സന്തതികളെ ദൈവം തെരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിന്റെ ഒരുപാട് വിശദമായ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല. അപ്പൊ പഴയ നിയമ മിഷൻ 2-3 തലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, സൃഷ്ടാവായ ദൈവമാണ് പഴയ നിയമ മിഷന്റെ അതോറിറ്റി എന്ന് പറയുന്നത്. മിഷൻസിന്റെ അതോറിറ്റി സൃഷ്ടാവായ ദൈവമാണ്. യഥാർത്ഥത്തിൽ മിഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു പുറപ്പാട്, ദൈവ സ്വഭാവത്തിന്റെ പുറപ്പാടാണ് മിഷൻ. പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം സകലത്തിന്റെയും ഉടമയും സകല പൂർണ്ണതയിലേക്ക് നയിക്കുന്നവനുമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിന്റെ വെളിപ്പാടുകൾ ആരംഭിക്കുന്നത്. ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവിടെ മുതൽ മാത്രമേ ഉള്ളൂ. മനുഷ്യനുള്ള വെളിപ്പാട് അവിടെ മുതലാണ് തുടങ്ങുന്നത്. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്ന ആ ഒരു കാലം മുതലാണ് ദൈവത്തിന്റെ വെളിപ്പാടുകൾ നമുക്കുള്ളത്. പക്ഷെ പൗലോസ് പറയുന്നുണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പൊ ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചരിത്രത്തിന്റെ ആരംഭം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്താവനയാണ്. എവിടെയെങ്കിലും ഒന്ന് തുടങ്ങണമല്ലോ. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ദൈവം അല്ലെങ്കിൽ ക്രിസ്തു ആദിയും അന്തവുമാണ്, അൽഫയും ഒമേഗയുമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ആരംഭവും അവസാനവുമാണ് എന്നുള്ള അർത്ഥമല്ല. മറിച്ച് ആരംഭത്തിനും അവസാനത്തിനും അതീതനായി അനാദിയായ ഒരു ദൈവമാണ് എന്നുള്ള ഒരു പ്രസ്താവനയാണ് ആ വാക്കുകളിൽ, ആ ഒരു ഫ്രേസിൽ നമ്മൾ കാണുന്നത്. ആ ഒരു പ്രയോഗത്തിൽ അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ സകലത്തിന്റെ ആരംഭം ക്രിസ്തുവാണ് എന്ന് മാനുഷികമായ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞുവെങ്കിലും ദൈവം അനാദിയായി സ്വയം സ്ഥിതനാണ്, അവിടത്തേക്ക് അവസാനമില്ല. അപ്പം ചരിത്രം ആരംഭിക്കുന്നത് ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിലൂടെയാണ്.
അപ്പൊ ദൈവത്തിന്റെ മിഷൻ എന്ന് പറയുന്നതും പുതിയ സൃഷ്ടിയിലേക്ക് ഉള്ള ഒരു ആഹ്വാനമാണ്. അത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പുറപ്പാടാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരു പ്രയോഗത്തെ നിസായിലെ ഗ്രിഗറി എന്ന് പറയുന്ന ഒരു സഭാപിതാവ് പറഞ്ഞിരിക്കുന്നത് അതൊരു പ്രോസസ് എന്നാണ്. സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു പ്രോസസ്, ഒരു പ്രക്രിയ എന്നാണ് ഗ്രിഗറി എന്ന സഭാപിതാവ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം എന്ത് ചെയ്യുന്നത്? സൃഷ്ടിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്ന ദൈവം ദൈവഹിതത്തിന്റെ ആരംഭവും അതിന്റെ തുടർച്ചയും പൂർത്തീകരണത്തിലേക്കുള്ള ഒരു പ്രയാണവും നമുക്ക് ആ ഒരു പ്രക്രിയയിൽ മനസ്സിലാക്കുവാനും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. അവിടെ കൊണ്ട് മനുഷ്യന് മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അറിയുമായിരുന്നു. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല. ഭൂമി വാഴും ശൂന്യവുമായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ പിന്നീട് ഇതിന്റെ ഒരു തുടർച്ച, അതായത് സൃഷ്ടി എന്ന് പറയുന്ന പ്രക്രിയയുടെ തുടർച്ച നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം സൃഷ്ടിയുടെ ആരംഭത്തിൽ മിഷൻസിന്റെ അല്ലെങ്കിൽ ദൈവോദ്ദേശത്തിന്റെ പ്രവൃത്തിയുടെ ഒരു ആരംഭവും തുടർച്ചയുമാണ് നമ്മൾ കാണുന്നത്. മെറ്റീരിയലായിട്ട് ചില കാര്യങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ള ഒരു ശാസ്ത്രഗ്രന്ഥം പോലെ പറഞ്ഞവസാനിപ്പിക്കുകയല്ല, മറിച്ച് സൃഷ്ടിയിലൂടെയും ചരിത്രത്തിലൂടെയും പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ വെളിപ്പാടുകളുടെ പുരോഗമനപരമായ ഒരു പ്രയാണം നമുക്ക് ഉൽപ്പത്തി മുതലുള്ള ദൈവ വെളിപ്പാടുകളിൽ കാണാം. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നത് പുനഃസൃഷ്ടിക്ക് വേണ്ടിയാണ്, സൃഷ്ടിയെ നവീകരിക്കുന്നതിന് വേണ്ടിയാണ്. സൃഷ്ടിയെ നവീകരിക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സൃഷ്ടിയെ പുതുക്കുക എന്നുള്ള ഒരു ആശയവും ദൈവത്തിന്റെ മിഷനകത്ത് ഉണ്ട്. നഷ്ടപ്പെട്ടു പോയവനെ മടക്കിക്കൊണ്ടുവരുന്ന, വീണ്ടെടുക്കുന്ന ഒരു പ്രവൃത്തി. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് പോലെ തന്നെ പിതാവായ ദൈവവും ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും ആ ത്രിയേക ദൈവം തൃത്വത്തിന്റെ ഇടപെടിയിൽ നമുക്ക് സൃഷ്ടിയിൽ കാണുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ പുനഃസൃഷ്ടിയിൽ, റീജനറേഷനിലും നമുക്ക് കാണുവാൻ കഴിയും. മിഷനിലൂടെ സാധ്യമാകുന്ന റീജനറേഷനിൽ ത്രിയേക ദൈവത്തിന്റെ, തൃത്വ ദൈവത്തിന്റെ ഇടപെടിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ഇത് യഥാർത്ഥത്തിൽ സൃഷ്ടാവായ ദൈവത്തിന്റെ അതോറിറ്റി ഓഫ് ദി മിഷൻ, ദൈവ പദ്ധതിയുടെ അതോറിറ്റി, ആ മിഷന്റെ അതോറിറ്റി ദൈവമാണ്. അതാണ് നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വസ്തുത, ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റായിട്ട്, അതായത് മാനവികമായ ഒരു അടയാളമായി നമുക്ക് കാണാം. മാനവികമായ അടയാളം. ദൈവിക മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ രക്ഷയാണ്. മനുഷ്യന്റെ രക്ഷയും വിടുതലുമാണ് ദൈവത്തിന്റെ മിഷന്റെ ലക്ഷ്യം എന്ന് പറയും. അവിടെ മനുഷ്യത്വത്തിന്റെ ഒരു സംരക്ഷണമുണ്ട്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അടിമത്തത്തിൽ നിന്നുള്ള മോചനമുണ്ട്.
കർത്താവിന്റെ വാക്കുകളിലൂടെ പറയുമ്പോൾ അത് മരണത്തിൽ നിന്നുള്ള ഒരു പ്രത്യാശയും കൂടിയാണ്. അപ്പൊ ഇതെല്ലാം മനുഷ്യനെ കേന്ദ്രീകരിച്ചാണ് ഈ രക്ഷാപദ്ധതിയുടെ വികാസം, അല്ലെങ്കിൽ അതിനൂന്നൽ കൊടുക്കുന്നത് മനുഷ്യനെയാണ്. മനുഷ്യനുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവന്റെ പരിസരങ്ങളും അവന് വേണ്ടി നൽകിയിട്ടുള്ള ജീവജാലങ്ങളും പ്രകൃതി വിഭവ സമ്പത്തുകളും ഒക്കെ അതിന്റെ അനുബന്ധമായ കാര്യങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. ദൈവം ഒരു ഇപ്പം മൃഗത്തെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ചൊക്കെ ന്യായപ്രമാണത്തിൽ നമുക്ക് കാണാം, അല്ലെ? ഒരു കഴുതക്കുട്ടിയെ എന്താണ് അതിജാതനായ കഴുതക്കുട്ടിയെ വീണ്ടെടുക്കണമെന്നുണ്ട്. കഴുതയെ വീണ്ടെടുക്കാൻ വേണ്ടി കഴുതക്കുട്ടിയുടെ കഴുത്തൊടിച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്ന ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ അതൊന്നും ശാശ്വതമായ ഒരു പ്രമാണമായിട്ടോ ഒരു നിയമമായിട്ടോ ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്. മനുഷ്യന് വേണ്ടിയുള്ള നിയമത്തിന്റെ ഭാഗമായി മാത്രമാണ് അവിടെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ദൈവം നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള എല്ലാത്തിനെയും സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മെ സ്നേഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ലോകം എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ ഉദ്ദേശിച്ചുള്ള ഒരു പ്രയോഗം കൂടി. സകല ലോകവും പേർവഴി ചാർത്തുവാൻ പോകണം എന്ന് ഓഗസ്തോസ് കൈസറുടെ കൽപ്പന ഉണ്ടായി എന്ന് പറയുമ്പോൾ സകല ലോകവും എന്ന് പറഞ്ഞാൽ ആരാണ്? സകല മനുഷ്യരും. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സകല മനുഷ്യരെയും സ്നേഹിച്ചു എന്നുള്ള അർത്ഥമാണ്. അപ്പൊ സാമാന്യമായ ആ പദം കൊണ്ട് അർത്ഥമാകുന്നത് ലോകമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു അർത്ഥം. ലോകത്തിന് പല പല അർത്ഥമാനങ്ങളുണ്ട്, എന്നാൽ അവിടെ ഉദ്ദേശിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ്. അപ്പൊ രണ്ടാമത്തെ നമ്മുടെ പഴയ നിയമ ചിന്ത എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ മിഷൻ ആ മനുഷ്യനുമായി കേന്ദ്രീകരിച്ചുള്ളതാണ്. ദൈവത്തിന്റെ ഭൂമിയിലെ സകല ഇടപാടുകളും മനുഷ്യനുമായിട്ടാണ്. ആ മനുഷ്യന്റെ ബുദ്ധി കുറച്ചു മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മനുഷ്യൻ എത്രമാത്രം ശക്തനാണെന്നുള്ളത് ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് മനസ്സിലാവും കുറച്ചൊക്കെ. ആർട്ടമിസ് സെക്കൻഡിൽ ചന്ദ്രനെ വലം വെച്ച് അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ ദിവസമാണ് നാലംഗ സംഘം മടങ്ങി വന്നത്. അടുത്ത യാത്ര ഇനി ചന്ദ്രനിൽ ഇറങ്ങാനുള്ള യാത്രയാണ്. നാസ ഇനി അടുത്ത അവരുടെ പദ്ധതി എന്ന് പറയുന്നത് ചൊവ്വയിലേക്കാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ചില ഗ്രഹങ്ങളിലേക്കൊക്കെയുള്ള യാത്ര സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള നേട്ടങ്ങളിലേക്കൊക്കെ മനുഷ്യൻ വരിക. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, അല്ലെ? നമ്മുടെ ഒരു കാര്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം പെട്ടെന്ന് പറയും, അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയും. ഏത് കാര്യവും കണ്ടുപിടിക്കാൻ കഴിയുന്ന വിജ്ഞാനത്തിന്റെ ഒരു വലിയ മേഖല മനുഷ്യൻ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കും. അപ്പൊ ഇത് മനുഷ്യൻ എത്രമാത്രം ശക്തനായ ആണ് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ മനുഷ്യന്റെ ആ ശക്തിയുടെ ആ കഴിവിന്റെ ചെറിയ ഒരു അംശം മാത്രമേ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ഒരു ഭാഗത്ത് ഞാൻ ഒരിക്കൽ വായിച്ചത് മനുഷ്യന്റെ തലച്ചോറിന്റെ 2% കാര്യമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ ഇത്രയും ശാസ്ത്ര പുരോഗതി. അപ്പൊ ഇനിയും കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മനുഷ്യൻ ആരാണ്? ആ മനുഷ്യനെ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്, വരിക മനുഷ്യനെ ഒന്നും അസാധ്യമായി തീരുന്നില്ല, അല്ലെ? അവനൊന്നും അസാധ്യമാകുന്നില്ല എന്നൊരു പ്രയോഗം. അപ്പൊ ഒന്നും അസാധ്യമാകാത്ത രീതിയിലുള്ള പൊട്ടൻഷ്യൽ കൊടുത്തിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനുമായിട്ടാണ് ദൈവത്തിന്റെ എല്ലാ ബന്ധങ്ങളും എല്ലാ ഇടപാടുകളും. ചന്ദ്രനിൽ പോയാലും ചൊവ്വായി പോയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലൊക്കെ മനുഷ്യൻ പോയാലും
അവിടെയൊക്കെ കണ്ടു കേട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരാമെന്നുള്ളതേ ഉള്ളൂ. മനുഷ്യന് ദൈവം ഭൂമിയിലാണ് ആക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ ഇടപാടുകൾ മനുഷ്യനോടാണ്. അതാണ് പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ദൈവത്തിന്റെ മിഷൻ പ്രവർത്തനത്തിന്റെ മുഖ്യമായ അടിസ്ഥാനം എന്ന് പറയുന്ന മനുഷ്യനാണ്. മനുഷ്യന്റെ വിടുതലാണ്, മനുഷ്യന്റെ വിമോചനമാണ് പ്രധാനം. എന്നാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെയും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. മനുഷ്യനിലാണ് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം. മനുഷ്യനിലൂടെയാണ് ദൈവത്തിന്റെ മിഷൻ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവമാകും. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആ ഒരു വെളിപ്പാട്, ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, മൂക്കിൽ ജീവശ്വാസമൂതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ മനുഷ്യന്റെ അന്തസ്സും അഭിമാനവും അവന്റെ യോഗ്യതകളുമാണ് അവിടെ നമുക്ക് കാണുവാൻ. അപ്പൊ ദൈവത്തിന്റെ സ്വരൂപവും പേറിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ദൈവത്തിന്റെ ശ്വാസമാണ് അവരെ നിലനിർത്തുന്നത്. ആ ഒരു വസ്തുതയാണ് മനുഷ്യനെ സകല ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തതയുള്ളവനും. അപ്പൊ മനുഷ്യനിൽ ദൈവത്തിന്റെ സ്വരൂപം അത് പൂർണ്ണ തോതിൽ വെളിപ്പെടുക എന്നുള്ളതാണ് ദൈവം തുടങ്ങി വെച്ച മിഷന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പാപം ചെയ്തപ്പോൾ ആ പ്രതിരൂപം നഷ്ടപ്പെട്ടു. വിരൂപമാക്കപ്പെട്ട, വികലമാക്കപ്പെട്ട മനുഷ്യത്വം. ആ വിരൂപമാക്കപ്പെട്ട, നമുക്ക് ഈ പണ്ട് കാലത്ത് ഈ പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വീടുകളിൽ ആളുകളൊക്കെ ഇങ്ങനെ വരുമല്ലോ, അണ്ണാച്ചിമാരൊക്കെ വരും. അപ്പൊ നമ്മുടെ ഒരു കിഴിഞ്ഞ പാത്രം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് തല്ലി ചളുക്കി അവരുടെ ചാക്കിനകത്തോട്ട് ഇടും. നമുക്കത് കാണുന്നുണ്ടൊരു സങ്കടമാണ്. അത് പിന്നെ തല്ലി നൂർത്താലും എങ്ങനെ ഇരിക്കും? ചളങ്ങി തന്നെ ഇരിക്കും. ചളങ്ങിയ ഒരു പാത്രം തല്ലി നൂർത്താലും അത് കണ്ടാൽ അറിയാതെ ചളങ്ങിയിട്ട് നൂർത്ത് വെച്ചതാണ്. പക്ഷെ അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്താലോ, അതിനെ ഫർണസിലിട്ട് ഉരുക്കി അതിനെ വേറൊരു പാത്രമാക്കി രൂപപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ അതൊരു പുതിയ പാത്രമായിട്ട് തിരിക്കും. അപ്പം വികലമാക്കപ്പെട്ട ഈ മനുഷ്യത്വത്തെ ദൈവാനുരൂപമായി പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സിലാണ് പഴയ നിയമ മിഷൻ പുരോഗമിക്കുന്നത്. ആ ദൈവിക ഭാവത്തിലേക്ക് മനുഷ്യനെ മടക്കി കൊണ്ടുവരുവാനാണ് കർത്താവ് ഭൂമിയിലേക്ക് വരുന്നത്. നാം ദൈവ തേജസ്സിന്റെ പങ്കാളികളായി തീരുവാൻ ആ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുന്നു. ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് മിഷന്റെ അടിസ്ഥാനം. മൂന്നാമത്തെ കാര്യം മിഷന്റെ സാർവത്രികതയാണ്. യൂണിവേഴ്സാലിറ്റി ഓഫ് ദി മിഷൻ. എന്താണ് യൂണിവേഴ്സാലിറ്റി? അതാണ് നമ്മൾ ആദമിലും അബ്രഹാമിലും ഒക്കെ കണ്ട സാർവത്രികത. ദൈവം പരിചയപ്പെടുത്തുന്നത് ദൈവം ആരുടെ ദൈവമാണ്? ദൈവം ആരുടെ ദൈവം എന്നാണ് വെളിപ്പെടുത്തുന്നത്? ദൈവം അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ദൈവം എന്നുള്ള പ്രയോഗങ്ങളും നമുക്ക്. എന്നാൽ അവിടെ അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അബ്രഹാം? എന്താണ് അബ്രഹാമിന്റെ പ്രത്യേകത? അബ്രഹാമിന്റെ പ്രത്യേകത ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത്.
ദൈവം തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. അപ്പൊ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് അബ്രഹാം. അബ്രഹാം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അബ്രഹാമിന്റെ ദൈവമാണ് യഹോവ, സർവശക്തനായ ദൈവം. സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ അവനുണ്ടാകുന്നു, ദൈവത്തെ അവൻ ദർശിക്കുന്നു, ദൈവദർശനങ്ങൾ ഉണ്ടാകുന്നു, വിസിറ്റേഷൻ ഉണ്ടാകുന്നു. പക്ഷെ ദൈവം പറയുന്നത്, അബ്രഹാം പറയുകയല്ല, അബ്രഹാം എന്റെ ദൈവമാണ് യഹോവ എന്ന് പറയുകയാണ്. ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്. അപ്പൊ തെരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ പ്രത്യേകത, മറിച്ച് തെരഞ്ഞെടുപ്പിന്റെ പർപ്പസ് എന്തായിരുന്നു എന്നുള്ളതും കൂടെ. അബ്രഹാമിൽ നിന്റെ സന്തതിയിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നീ സകലർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് പറയുന്ന ആ ഒരു പ്രസ്താവനയിലൂടെയാണ് ദൈവം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും മുമ്പോട്ട് നയിക്കുന്നത്. അപ്പൊ അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുമ്പോൾ ആരുടെ ദൈവമാണ്? സകല വംശങ്ങളുടെ ദൈവമാണ്. ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുമ്പോൾ ആരാണ്? ഇസ്രായേലിന്റെ ദൈവമാണ്. അങ്ങനെ പറയുന്നുണ്ട്. അതൊരു ഒരു എന്താണ് പറയുന്നത്, ഒരു വിഘടനപരമായ ഒരു ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു ദൈവസങ്കല്പത്തെ കുറിച്ചല്ല അവിടെ പറഞ്ഞത്. ഇസ്രായേലിന്റെ ദൈവം തിരഞ്ഞെടുത്തതിന് വേണ്ടിയാണ് മുഴി ലോകത്തിനും പ്രകാശമാകുവാൻ, മുഴി ലോകത്തെയും ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാനാണ് അവരെ ദൈവം തിരഞ്ഞെടുത്തത്. അതിന്റെ ഒരു റെപ്രസെന്റേഷനാണ്. ഇപ്പൊ കോട്ടയം മണ്ഡലത്തിൽ നിന്നോ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നോ ഒരു MP പാർലമെന്റിലേക്ക് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൃശ്ശൂർ സുരേഷ് ഗോപി ആയിരുന്നു തോന്നുന്നു, സുരേഷ് ഗോപി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി പോയെന്നുള്ള അതിന്റെ അർത്ഥം ആ മണ്ഡലത്തിന്റെ പ്രതിനിധിയായിട്ട് പോയി എന്നുള്ളതാണ്, റെപ്രസെന്റേഷനാണ്. നമ്മുടെ കാര്യങ്ങൾ അവിടെ പറയുവാൻ ഉള്ള റെപ്രസെന്റേഷനാണ്. ആ തെരഞ്ഞെടുപ്പ് വ്യക്തിപരമല്ല. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളല്ലോ. നമ്മൾ ഈ തെരഞ്ഞെടുക്കുന്ന ആളുകളെ ആ വ്യക്തിയെ എന്തെങ്കിലും ആകാൻ വേണ്ടിയല്ല. ആ തെരഞ്ഞെടുപ്പിൽ ഒരു റെപ്രസെന്റേഷൻ. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തത് ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുവാൻ വേണ്ടിയാണ്. ആർക്ക് വേണ്ടി? ലോകത്തിന്. അപ്പൊ ആ അർത്ഥത്തിൽ ഇസ്രായേലിന്റെ ദൈവം ആരുടെ ദൈവമാണ്? സകലരുടെയും സകല മനുഷ്യരുടെ ദൈവവും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആശയം തന്നെ സകല മനുഷ്യനും ഒരുവനിൽ നിന്നുള്ളവായി എന്നുള്ളത്, സകലരെയും ഒരുവനിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രക്ഷയുടെ സാർവത്രികത, സകല മനുഷ്യരുടെയും രക്ഷ, അതിന്റെ സാർവത്രികതയുടെ ഒരു ദർശനത്തിലാണ് പഴയ നിയമത്തിന്റെ മിഷൻസ് മുമ്പോട്ട് പോകുന്നത്. അല്ലാതെ ഒരു ജനതയെ രക്ഷിക്കുന്നതിന് വേണ്ടിയല്ല. ഒരു ജനതയെ രക്ഷിച്ചതും ഒരു ജനതയെ വിശുദ്ധീകരിച്ചതും അവർക്ക് പ്രമാണങ്ങൾ കൊടുത്തതും ആ രക്ഷാപദ്ധതിയുടെ പ്രോസസ്സിന്റെ ഭാഗമായി അത് സകല മനുഷ്യരുടെയും സാർവത്രികമായിട്ടുള്ള വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് പറയാം. മിഷൻസിന്റെ സാർവത്രികത അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി പോലെ തന്നെ അതിനൊരു പ്രാദേശികതയും കൂടി, ലോക്കലൈസേഷൻ, ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യവും കൂടിയും. അതായത് സാർവത്രികമായ ഒരു ദർശനത്തിന് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു? വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നു. സാർവത്രികമായ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്, ഒരു മിഷന് വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. അത് വ്യക്തികളെ തിരഞ്ഞെടുത്തതിന്റെ ഒരു ലക്ഷണം. സാർവത്രികമായ ഒരു മിഷന് വേണ്ടിയാണ് ദൈവം ഇസ്രായേലിനെ രൂപപ്പെടുത്തിയത്, തെരഞ്ഞെടുത്തത്. അതൊരു പ്രാദേശികമായ ഒരു ജനതയുടെ തെരഞ്ഞെടുപ്പിനെ കാണിക്കുന്നത്. അപ്പൊ പദവികളും അവകാശങ്ങളും അനുഗ്രഹങ്ങളും
ദൈവം വ്യക്തികളിലും ഒരു സമൂഹത്തിന്മേലും വ്യക്തികളിലോ സമൂഹത്തിന്മേലോ നൽകുമ്പോൾ അതെന്തിന്റെ ഭാഗമാണ്? ദൈവത്തിന്റെ സാർവത്രിക മിഷന്റെ ഭാഗം. അപ്പൊ പ്രാദേശികമായ തെരഞ്ഞെടുപ്പ്, വ്യക്തിപരമായ തെരഞ്ഞെടുപ്പ് സാർവത്രികമായ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. പ്രാദേശികമായ മിഷൻ സാർവത്രിക മിഷന്റെ ഭാഗമാണ്. പ്രാദേശികമായ സഭാ സംവിധാനം സാർവത്രികമായ സഭയുടെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു ശുശ്രൂഷയും ദർശനവും ദൈവത്തിന്റെ സാർവത്രികമായ ദർശനത്തിന്റെയും മിഷന്റെയും ഭാഗമാണ്. അതിൽ നിന്ന് അന്യപ്പെട്ട് നമുക്ക് ഒരു മിഷൻ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പൊ പ്രാദേശികമായി അല്ലെങ്കിൽ വ്യക്തിപരമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് നമുക്ക് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിന്റെ മിഷന്റെ ഭാഗമായി തീരുവാൻ, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന്റെ നിത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അത് നമ്മെ വളരെയധികം സന്തോഷിപ്പിക്കും. അത് നമ്മുടെ അഭിമാനം വർദ്ധിപ്പിക്കും. അത് നമ്മുടെ ദൈവസന്നിധിയിലുള്ള ഒരു പ്രാഗൽഭ്യം കൂട്ടും. അത് നമ്മെ വിലയുള്ളവരാക്കി തീർക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശമുള്ളവരാക്കി തീർക്കും. നമ്മുടെ നിരാശകൾ അപ്പോൾ മാറും. ഞാനും നിങ്ങളും ദൈവത്തിന്റെ സാർവത്രികമായ മിഷന്റെ ഭാഗമായിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ദൈവം പ്രാദേശികമായി വ്യക്തിപരമായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ കൂടിവരവുകളും നമ്മുടെ പ്രാർത്ഥനായോഗങ്ങളും ഒക്കെ ആ നിലയിലുള്ള വസ്തുതയായി നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയ പ്രാർത്ഥനാ മിഷനായാലും 3 പേര് കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായാലും അത് എന്തിന്റെ ഭാഗമാണ്? ദൈവത്തിന്റെ സാർവത്രിക മിഷന്റെ ഭാഗമാണ്. ആ മിഷൻ എന്താണ്? സൃഷ്ടിയെ, നഷ്ടപ്പെട്ടു പോയ സൃഷ്ടിയെ പുനഃസൃഷ്ടിയിലൂടെ ദൈവത്തിന്റെ സ്വരൂപത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന പ്രക്രിയ. മറ്റൊരു പ്രത്യേകതയും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനം. അയക്കപ്പെടുക. അതായത് മിഷന്റെ പ്രവർത്തന രീതിയാണ് സെൻഡ് ഔട്ട്. ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടാതെ എങ്ങനെ പ്രസംഗിക്കും? എങ്ങനെ വിശ്വസിക്കും? അല്ലേ? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. അയക്കപ്പെടുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ അധിഷ്ഠിതമാണ് ദൈവത്തിന്റെ മിഷൻ. പുറപ്പെടുക, അയക്കപ്പെടുക. ദൈവം ആദമിനെ സൃഷ്ടിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ പ്രതിരൂപമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത്. അപ്പൊ അയക്കുക എന്ന് പറയുന്ന ആ ദൗത്യത്തിന്റെ ഉപജ്ഞാതാവ് ദൈവമാണ്. ആരാണ് അയക്കുന്നത്? ദൈവമാണ് അയക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് മിഷൻസ് എന്ന് പറയാനുള്ള കാര്യമല്ല. ദൈവം ദൗത്യങ്ങളുടെ, മിഷൻസിന്റെ ദൈവം. മിഷൻസിന്റെ ദൈവം തന്റെ പുത്രനെ തന്റെ വ്യക്തിത്വം തന്നെ എന്ത് ചെയ്തു? അയക്കപ്പെട്ടു, നൽകപ്പെട്ടു, നമുക്ക് വേണ്ടി നൽകപ്പെട്ടു, ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി നൽകപ്പെട്ടു. യേശുവിനെ പറ്റി പറഞ്ഞ നീ ദൈവത്തിങ്കിൽ നിന്ന് വന്ന ഗുരുവാണെന്നൊക്കെ ഞങ്ങൾ അറിയുന്നുവെന്ന്. ദൈവത്തിങ്കിൽ നിന്ന് വന്നവനായിട്ട് യേശുവിനെ
മനസ്സിലാക്കുക. ദൈവത്തിന്റെ മശിഹ ആരാണ്? അനോയിന്റഡ് എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയോഗമുള്ള വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. സോ മിഷന്റെ പ്രത്യേകത അനോയിന്റിംഗ് ഉണ്ട്, അപ്പോയിന്റ്മെന്റ് ഉണ്ട്, സെൻഡിങ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്ന ആ ഒരു പ്രവർത്തന രീതിയാണ് മിഷൻസിന് ഉള്ളത്. അപ്പം ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി അതിന്റെ ഭാഗമായി വ്യക്തികളെയും ജനസമൂഹങ്ങളെയും തിരഞ്ഞെടുക്കുകയും അവരെ ആ ദൗത്യത്തിന് വേണ്ടി അയക്കുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് പഴയ നിയമത്തിലും കാണാൻ കഴിയുന്നു. ചില സന്ദേശങ്ങൾ അറിയിക്കാൻ വേണ്ടി പോവുക, ചില ദൂത് കൊടുക്കുവാൻ വേണ്ടി പോവുക, ചില സമൂഹങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി പോവുക. ഇതെല്ലാം പഴയ നിയമത്തിലും നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സലാഹ എന്ന് പറയുന്ന പദം ആണ് അയക്കപ്പെടുക അല്ലെങ്കിൽ അയക്കുക എന്ന് പറയുന്നത്. സലാഹ, അതാണ് നമ്മൾ മിറ്റോ എന്നുള്ള ഒരു പദം നമ്മൾ നേരത്തെ ലത്തീൻ ഭാഷയിലുള്ള പദത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അതിന്റെ സമാന അർത്ഥമാണ് അപ്പോസ്റ്റലോ, അപ്പോസ്തലൻ എന്നൊക്കെ നമ്മൾ പറയുന്ന അപ്പോസ്റ്റലോ, അയക്കപ്പെടുക. അതൊരു നിസ്സാരമായ ഒരു പദമല്ല. അപ്പോസ്റ്റലോ എന്നുള്ള ആ ഒരു പ്രയോഗം യഥാർത്ഥത്തിൽ രാജാവ് ചില വ്യക്തികളെ അധികാരപ്പെടുത്തി അയക്കുന്നത്. ചിലപ്പോൾ രാജകുമാരനെ തന്നെയാണ് അയക്കുന്നത്, ചിലപ്പോൾ രാജാവ് തന്നെയാണ് അയക്കപ്പെടുന്നത്. കർത്താവ് ശിഷ്യന്മാരെ 2 പേരായിട്ട് ഗ്രാമങ്ങളിലേക്ക് അയക്കുന്നു. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പറയുന്ന കാര്യം എന്തൊക്കെയാ? അവൻ തന്നോട് കൂടെ ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കപ്പെടുവാനും ഭൂതങ്ങളുടെ മേൽ അധികാരം ഉണ്ടാകേണ്ടതിനും 12 പേരെ തിരഞ്ഞെടുത്തു. അപ്പൊ തെരഞ്ഞെടുപ്പും അയക്കപ്പെടുകയും, തെരഞ്ഞെടുപ്പും അയക്കലും ഇത് രണ്ടും വളരെ ബന്ധപ്പെട്ട കാര്യമാണ്. തെരഞ്ഞെടുത്ത് അയക്കപ്പെടുന്ന ദൗത്യമാണ് മിഷണറി ദൗത്യം എന്ന് പറയുന്നത്. അതുപോലെ മിഷന്റെ ഒരു ഭാഗമായി അയക്കപ്പെട്ടു വരുന്ന, അല്ലെങ്കിൽ യശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിലൊക്കെ കാണുന്ന ഒരു കഷ്ടമനുഭവിക്കുന്ന ദാസന്റെ ഒരു ചിത്രമുണ്ട്. കഷ്ടമനുഭവിക്കുന്ന ദാസൻ. ഇതാ ഞാൻ പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ. കഷ്ടം ശീലിക്കുന്ന ഒരു ദാസനെ കുറിച്ച് പറയുന്നു. അത് ദൈവപുത്രൻ, അയക്കപ്പെടുന്ന ദൈവപുത്രനെ കുറിച്ചുള്ളതാണ്. അപ്പൊ പഴയ നിയമത്തിന്റെ ഈ ഒരു മിഷണറി ബാക്ക്ഗ്രൗണ്ട്, ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്, അതിനോട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ നിയമത്തിന്റെ മിഷണറി ദൗത്യം പുരോഗമിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്. പക്ഷെ പഴയ നിയമത്തിൽ കാണുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അതിനൊരു സാർവത്രികത നമുക്ക് കാണുവാൻ കഴിയുന്നു. പക്ഷെ ദൈവത്തിന്റെ മനസ്സ് സകല മനുഷ്യരെയും രക്ഷിക്കുക, സകലരെയും തന്റെ മക്കളാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു. പ്രവാചകന്മാരുടെ കാലഘട്ടമായപ്പോൾ യോവേലൊക്കെ പറഞ്ഞു, സകല ജനത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഇതൊന്നും യഹൂദന്മാർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. ഈവൻ യോവേലിന് ഇത് പ്രവചിക്കാനും ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എല്ലാ ഇസ്രായേലിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞാൽ അവർ തുള്ളിച്ചാണ്. പക്ഷെ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞാൽ ഒരല്പം മടിക്കും അവനോ.
അത് ദൈവത്തിന്റെ ആലോചന ആയതുകൊണ്ടാണ് യോവേൽ അത് വിളിച്ചു പറഞ്ഞത്. പെന്തക്കോസ്ത് വന്നപ്പോൾ അതാണ് സംഭവിച്ചത്. സകല ജനത്തിന്മേൽ, സകല ജനസമൂഹങ്ങളുടെ മേൽ ദൈവം തന്റെ ആത്മാവിനെ പകരുന്നു. സകല ജനങ്ങളെയും രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി ഒരുക്കപ്പെടുന്നു. ഈ നിസ്സാരന്മാരായ സാധാരണക്കാരായ ദൈവം തെരഞ്ഞെടുത്ത തൊഴിലാളികളായ ഈ ചെറിയ മനുഷ്യരെ ദൈവം എന്ത് ചെയ്തു? അഭിഷേകം ചെയ്ത് അയക്കുകയാണ്. അപ്പൊ പുതിയ നിയമത്തിന്റെ മിഷനെ കുറിച്ച് നമുക്ക് അതുപോലെ, അപ്പം ഈ പഴയ നിയമത്തിന്റെ ഈ ഉൾക്കാഴ്ചയിൽ നിന്നാണ്, ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് നമുക്ക് ദൈവത്തിന്റെ മനസ്സ് അറിയുവാൻ കഴിയുന്നത്, ദൈവത്തിന്റെ മിഷൻ അറിയുവാൻ കഴിയുന്നത്. അപ്പൊ ആ മിഷന്റെ ഡെവലപ്മെന്റ്, അതിന്റെ പുരോഗമനത്തിന്റെ ആ പ്രയാണത്തിന്റെ പൂർത്തീകരണ ഘട്ടമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മിഷണറി ദൗത്യം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അതിന്റെയൊക്കെ ഭാഗമായി തീരുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് വരുമ്പോൾ നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ മിഷണറി ദൗത്യത്തെ കുറിച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബുദ്ധിമുട്ടുണ്ടോ ഇത് മനസ്സിലാക്കാൻ? അല്പം കുഴപ്പമില്ലല്ലോ? സാർ, പ്രാർത്ഥിക്കാം.